അങ്ങനെ ആശാ വർക്കർമാരുടെ സമരം, വീരോചിതമായ മുടിമുറിക്കലും തലമുണ്ടനം ചെയ്യലിലൂടെയൊക്കെ ഇങ്ങനെ അരങ്ങേറി. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാപ്രകൾ അത് വളരെ അതിവൈകാരികമാക്കി തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും വായനക്കാർക്കും മുമ്പിൽ എത്തിക്കുകയും ചെയ്തു. നമ്മുടെ മലയാള മുഖ്യധാര പത്രങ്ങളും മുഖ്യധാര ചാനലുകളും കാരണം അവരവരുടെ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചു. ഇവിടെ അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ. നമ്മുടെ മന്ത്രി ശിവൻകുട്ടി, വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി, ഒരു പ്രസ്താവന നടത്തി. അത് വേണ്ടായിരുന്നു എന്നാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിൻ്റെ അഭിപ്രായം. അദ്ദേഹം എന്താ പറഞ്ഞത്? മുറിച്ച മുടി കേന്ദ്രമന്ത്രിക്ക് അയച്ചു കൊടുക്കണം എന്ന് മന്ത്രി ശിവൻകുട്ടി. മുറിച്ച മുടി ആശമാർ കേന്ദ്രമന്ത്രിക്ക് അയച്ചു കൊടുക്കണം. അതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ശിവൻകുട്ടി അങ്ങനെ പറയാതിരിക്കുന്നതായിരുന്നു നല്ലത്. അദ്ദേഹം മന്ത്രി അല്ലായിരുന്നെങ്കിൽ, CITUവിൻ്റെ നേതാവായിരുന്നെങ്കിൽ, അല്ലെ രാഷ്ട്രീയക്കാരൻ മാത്രമായിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഔദ്യോഗിക അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ടൊരു മന്ത്രി അങ്ങനെ ആശമാരുടെ മുടി മുറിച്ചതും കേന്ദ്രമന്ത്രിക്ക് അയക്കണം എന്ന് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൻ്റെ അതൊരു രാഷ്ട്രീയ സാങ്കത്യമില്ലായ്മയുണ്ട്. മന്ത്രിസ്ഥാനത്ത് ഇരിക്കുമ്പോൾ അത് പറയാൻ പാടില്ലായിരുന്നു. അതിലെന്ത് പൊരുൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് കേന്ദ്രം ഇടപെടണം, കേന്ദ്രമന്ത്രി ആരോഗ്യമന്ത്രി JP നദ്ദ അതിൻ്റെ അകത്ത് ഇടപെടണം, അദ്ദേഹവും അറിയേണ്ട വിഷയങ്ങളാണ് എന്ന അർത്ഥത്തിലായിരിക്കും ഇത് പറഞ്ഞത്. ഒരു പ്രതിഷേധ നിലയ്ക്ക് ഈ മുറിച്ച മുടി കേന്ദ്രമന്ത്രിക്ക് കൂടി അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ആ ഒരു അർത്ഥത്തിലാവാം. കാരണം ശിവൻകുട്ടിയെ നമുക്കറിയാം, അദ്ദേഹം മനസ്സുകൊണ്ടൊരു ശുദ്ധനാണ്, ആരെയും ദ്രോഹിക്കുന്ന ഒരാളല്ല, ആരെയും സഹായിക്കുന്ന ഒരാളാണ്. പക്ഷേ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു മിതത്വം, അതിൻ്റെ അകത്തൊരു അന്തസ് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മന്ത്രി അങ്ങനെ പറയേണ്ടെന്ന് ആവശ്യം ഇല്ലായിരുന്നു. ഇനി ഈ ആശമാർ തലമുണ്ടനം ചെയ്തുകൊണ്ട് വിലപിച്ച 2 ആശമാരുടെ ചില കണക്കുകൾ കൂടി ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കും. കാരണം അറിയണമല്ലോ, ചിലർ പറയാത്തത് ഞങ്ങൾ വിളിച്ച് പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആശമാർ ഇന്നലെ തലമുണ്ടനം ചെയ്തവരും മുടി മുറിച്ചവരും ഒക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഒരു ദിവസം 232 രൂപയെ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പ്രധാന സമരാവശ്യം, ഡിമാൻഡ്, ഞങ്ങൾക്ക് ഒരു ദിവസം പ്രതിദിനം 700 രൂപ കിട്ടണം. അങ്ങനെ ഒരു മാസം ഓണറേറിയം വർദ്ധിപ്പിച്ച് ഒരു മാസം 21,000 രൂപ വരുമാനം കിട്ടണം. ആശമാരുടെ പ്രധാന ആവശ്യം, ഞങ്ങൾക്കിപ്പോൾ ആകെ 232 രൂപയെ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നു. ഇനി ഇത് നുണയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ 700 വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവർക്ക് ഇപ്പൊ തന്നെ 500-നും 500-നും മുകളിലും ഒരു മാസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 200 അല്ല 150 രൂപയുടെ കുറവേ അവിടെ വരുന്നുള്ളൂ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഈ സമരം ചെയ്യുമ്പോൾ കുറച്ചൊരു മര്യാദ സർക്കാരിനോട് കാണിക്കണ്ടേ? ഒറ്റയടിക്ക് 21,000 ആക്കാതെ ഇത്തിരി ഒന്ന് കൂട്ടിത്താ എന്ന് പറഞ്ഞാൽ ഈ സമരം അവിടെ തീരുമായിരുന്നു, സർക്കാർ അതിന് തയ്യാറാകുമായിരുന്നു. അപ്പൊ അതല്ല, അജണ്ട വെച്ച് സമരം ചെയ്യാണ്, രാഷ്ട്രീയമാണ്. അപ്പൊ സർക്കാർ തീരുമാനിച്ചു രാഷ്ട്രീയം കളിച്ചോട്ടെ, ആശമാരുടെ ക്ഷേമമല്ല, അതിൻ്റെ രാഷ്ട്രീയമാണ് പ്രധാനം എന്നുള്ളത് സർക്കാർ വിലയിരുത്തുന്നു, LDF വിലയിരുത്തുന്നു, അത് വേറെ കാര്യം. ഇനി ഈ മുടി മുറിച്ച് വിലപിച്ച, മുണ്ടനം ചെയ്ത് വിലപിച്ച 2 ആശമാരുടെ വരുമാനം പറയാം. 232 ആണോ ഒരു ദിവസം പെർ ഡേ വരുമാനം എന്നുള്ളത് നോക്കുക. ചില കണക്കുകൾ ഞങ്ങൾ പറയുകയാണ്. 2 ആശമാർ, മുണ്ടനം ചെയ്ത 2 ആശമാർ. ഒന്ന് പത്മജൻ, മുണ്ടനം ചെയ്ത പത്മജത്തിന്റെ വരുമാനം ആശാ വർക്കർ എന്ന രൂപത്തിലുള്ളത് ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുകയാണ്. 2 മാസത്തെ, 3 മാസത്തെ, ജനുവരി മുതൽ അങ്ങോട്ട് പോവാം. 2025 ജനുവരിയിൽ പത്മജയ്ക്ക് കിട്ടിയ വരുമാനം ഓണറേറിയം 7,000, ഇൻസെന്റീവ് 3,960, അങ്ങനെ മൊത്തം 10,960 രൂപ. പ്രതിദിനം വരുമാനം അത് ഹരിച്ചെടുക്കുമ്പോൾ 498 രൂപ ജനുവരിയിൽ. ഇനി പത്മജത്തിന്റെ ഡിസംബറിലെ നോക്കാം. ഓണറേറിയം 7,000, ഇൻസെന്റീവ് 4,180, ആകെ ഡിസംബറിൽ കിട്ടിയത് 11,180 രൂപ. ദിനം പ്രതി പെർ ഡേ കൂട്ടിയാൽ ഹരിച്ചാൽ കിട്ടുന്നത് 508 രൂപ ഒരു ദിവസം വരുമാനം. 500-ന് മുകളിലെത്തി. ജനുവരിയിൽ അത് 498, 2 രൂപയുടെ കുറവേ ഉള്ളൂ 500-ന്. ഇനി നവംബർ നോക്കുക. പത്മജത്തിന്റെ വരുമാനം ഓണറേറിയം 7,000, ഇൻസെന്റീവ് 4,130, മൊത്തം 11,130 രൂപ. പ്രതിദിനം 505 പെർ ഡേ.
നുണ പറയുന്നത് 232 കിട്ടുന്നുള്ളൂ എന്നാണ്. 232 ഇരട്ടിയിലധികം രൂപ ഈ 3 മാസവും ജനുവരിയിലും ഡിസംബറിലും നവംബറിലും 2024 നവംബർ, ഡിസംബർ, 2025 ജാനുവരിയിലും എണ്ണി വാങ്ങിയ ആളാണ് പത്മജം എന്ന ആശാവർക്കർ. എന്നിട്ട് സമരപ്പന്തലിൽ വന്നിരുന്നിട്ട് എനിക്ക് 232 കിട്ടുന്നുള്ളേ എന്ന് വിലപിച്ചിട്ട് തലമുണ്ടനം ചെയ്തു. നുണയല്ലേ പറയുന്നത്. വിളിച്ചു പറഞ്ഞതിന്റെ ഇരട്ടിയിലധികം വരുമാനം അവർക്കുണ്ട്. ഇനി മറ്റൊരു ആശാവർക്കറുടെ കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. സൂരജ തലമുണ്ടനം ചെയ്ത രണ്ടുപേരെയാണ് ഞങ്ങൾ എടുത്തത്. റാൻഡം സാമ്പിളായിട്ട് എടുത്തത്. 2025 ജാനുവരിയിൽ ഓണറേറിയം 7000, ഇൻസെന്റീവ് 4250, ആകെ 11250 രൂപ. പ്രതിദിനം പെർ ഡേ 511 രൂപ വെച്ച് കിട്ടി ജാനുവരിയിൽ. ഇനി കഴിഞ്ഞ ഡിസംബറിൽ ഓണറേറിയം 7000, ഇൻസെന്റീവ് 4450, ആകെ 11450. പെർ ഡേ വരുമാനം, ഒരു ദിവസത്തെ വരുമാനം 520 രൂപ. 232 ആണോ? 520 എത്ര കൂട്ടണം? അതിൻ്റെ ഇരട്ടിക്ക് കൂടുതലില്ലേ? ഇനി നവംബറിൽ സൂരജ് കിട്ടിയത് 7000 ഓണറേറിയം, ഇൻസെന്റീവ് 5140, മൊത്തം 12140 രൂപ. പ്രതിദിനം കിട്ടിയത് 551 രൂപ. 551 700-ലെത്താൻ ഇവരുടെ പ്രധാന ഡിമാൻഡാണ്. എത്ര രൂപ ബാക്കിയുണ്ട്? 149 രൂപയുടെ കുറവേ ഉള്ളൂ. അപ്പൊ വിലപിക്കുന്നതോ ഞങ്ങൾക്ക് 232 കിട്ടുന്നുള്ളേ, ഞങ്ങൾ തലകൊണ്ടേ പൊട്ടയടിക്കുകയാണേ, ജീവിക്കാൻ നിവർത്തിയില്ലേ. സത്യം എന്താണ്? ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന നുണ കൊണ്ട് കെട്ടിപ്പൊക്കിയ സൂസി സമരമാണിത്. നുണ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു സമരം എങ്ങനെ വിജയിക്കും? ആലോചിക്കുക. ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ നിലപാടിൽ ഒരു മാറ്റവും. ഞങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞതാണ് ഓരോ വീഡിയോയിലും ഈ സമരത്തെക്കുറിച്ച്. നുണകൾ പ്രചരിപ്പിച്ച് പാവം ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമരമാണ് ഇപ്പോഴും സെക്രട്ടേറിയറ്റ് നടയിൽ സമരപ്പന്തലിൽ അരങ്ങേറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക.